HIHS സ്കൂളിലെ 1985 ബാച്ച് SSLC കൂട്ടായ്മയായ ഓട്ടോഗ്രാഫ് 85ന്റെ വാർഷികവും കുടുംബസംഗമവും ഗുരുവന്ദനവും നടന്നു. 85ലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. HIHS സ്കൂളിൽ മേഫ്ലവർ ഹാളിലാണ് ചടങ്ങ് നടന്നത്. അബ്ദുല്ല അങ്ങനെ നല്ല കഴിവ്. അംഗങ്ങളുടെ മക്കൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തി വന്നിട്ടുള്ള നമ്മുടെ കുട്ടികളെ ആദരിക്കലാണ് കൂട്ടായ്മ ഇവിടെ ഈ ഹാളിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. അന്ന് ഒരുപാട് പേര്, ഇതിൽ കൂടുതൽ ആളുകൾ അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ജാൻസിക്ക് പക്ഷേ നിലമ്പൂരിൽ നിന്ന് ഇവിടെ എത്താനുള്ള ബുദ്ധിമുട്ട് കാരണം ജാൻസിക്ക് എത്താൻ സാധിച്ചില്ല. പക്ഷേ എങ്കിലും സജീവ സാന്നിധ്യമായിരുന്നു ഓട്ടോഗ്രാഫ് 85ന്റെ ഗ്രൂപ്പിൽ. പക്ഷേ രണ്ടാമത്തെ കൂട്ടായ്മ രണ്ടാമത്തെ വർഷം ആഘോഷിക്കുന്ന സമയത്ത് ജാൻസിക്ക് എത്താൻ സാധിച്ചില്ല. കാരണം ജാൻസി ആ സമയത്ത് രോഗബാധിതയായി കഴിഞ്ഞിരുന്നു. രോഗം ജാൻസിയെ കടന്നാക്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് രണ്ടാമത്തെ കൂട്ടായ്മ നടന്നത്. പക്ഷേ അങ്ങനെ ജാൻസിയെ കാണാനായി ഞങ്ങളെല്ലാവരും 18 ജൂൺ 2023 ഞങ്ങളൊരു 10-17 പേര് ജാൻസിയെ കാണാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും രോഗം ജാൻസിയെ കീഴ്പ്പെടുത്തിയിരുന്നു. വളരെ അവശയായിരുന്നു. വളരെ ദുഃഖത്തോടുകൂടി ഞങ്ങളെല്ലാവരും വെളുപ്പിന് 5 മണിക്ക് ഇവിടുന്ന് 5-5:30 മണിക്ക് ഇവിടുന്ന് HHSന്റെ മുമ്പിൽ നിന്ന് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി ഒരു വണ്ടി നീക്കി പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടിയായിരുന്നു ആ യാത്രയെന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു. കാരണം കുറേ ഓടി വണ്ടി മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഡ്രൈവർ പാട്ടിടാൻ ശ്രമിച്ചു. ഒരു യാത്രയാണല്ലോ, ഒന്ന് ആഘോഷിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ഒരു പാട്ടിടാൻ ശ്രമിച്ചു. പക്ഷേ പുറകിലിരുന്ന് നമ്മുടെ സ്ത്രീ അംഗങ്ങൾ അത് തടഞ്ഞു. പാട്ടിടരുത്, നമ്മൾ ജാൻസിയെ കാണാൻ പോവുകയാണ്. ജാൻസി നമ്മളുടെ രോഗം കൊണ്ട് വരഞ്ഞിരിക്കുന്ന ജാൻസിയെ കാണാൻ പോകുമ്പോൾ അതേ പ്രാർത്ഥനയോടുകൂടി വേണം നമുക്ക് പോകാൻ. അങ്ങനെ പാട്ട് ഒന്നുമില്ലാണ്ട്, ഒരാഘോഷം ഒന്നുമില്ലാതെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും എന്നല്ലാതെ വളരെ പ്രാർത്ഥനയോടുകൂടി ജാൻസിയെ പോയി കണ്ടു. അപ്പോഴേക്കും ജാൻസി വളരെ അവശതയായിരുന്നു. ജാൻസിയെ കണ്ടു എല്ലാവരെയും ജാൻസിക്ക് മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ദുഃഖത്തോടുകൂടി എല്ലാവരെയും കണ്ട് ഓരോരുത്തരും എന്നെ മനസ്സിലായോ എല്ലാവരെയും മനസ്സിലായി. ജാൻസി തിരിഞ്ഞു കിടക്കുന്ന ഒരു നിമിഷം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. തിരിച്ചു വരുമ്പോൾ എല്ലാവരും വളരെ 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 വിഷമത്തിലായിരുന്നു. എല്ലാവരും വന്നു. രാത്രി ഏകദേശം 10 മണിയായി തോന്നുന്നു തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും എത്തി. അന്ന് 11:30 മണിക്ക്, ഏകദേശം 12 മണിയാണെന്നാണ് എൻ്റെ അറിവ്, ജാൻസി ഞങ്ങളെല്ലാം വിട്ടുപോയി. അതൊരു നിമിത്തമായിരുന്നു. ഞങ്ങളെല്ലാം കാത്തിരിക്കുകയായിരുന്നു. ജാൻസി വാക്കുകൾ എനിക്ക് മുഴുമിക്കാൻ സാധിക്കുന്നില്ല. ജാൻസിയുടെ കുടുംബാംഗങ്ങളെ കാണാൻ പിറ്റേ ദിവസം ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഷീബ, അതായത് സൈനബ്, മലപ്പുറം ഭാഗത്തുണ്ടായിരുന്നു. സൈനബ് പോയി ആ ചടങ്ങിൽ പങ്കെടുത്ത് പിറ്റേ ദിവസം ഞങ്ങളുടെ സാന്നിധ്യം അപ്പോഴും അവിടെ ദൈവത്തിൻ്റെ നിയോഗമാണ് എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. കാരണം അല്ലെങ്കിൽ സൈനബ് അവിടെ ഉണ്ടാവില്ല. ഞങ്ങളെ കാത്തുകിടക്കുകയായിരുന്നു ജാൻസി ഒരു നോക്ക് കാണാൻ. അങ്ങനെ ഞങ്ങൾ 17 പേര് പോയി ജാൻസിയെ കണ്ടു. ഇന്നും ആ കുടുംബമായിട്ടുള്ള ബന്ധം ഈ ഓട്ടോഗ്രാഫ് 85 എന്ന ഈ കൂട്ടായ്മ ഞങ്ങൾ നിലനിർത്തി പോരുന്നുണ്ട്. ജാൻസിയുടെ ഹസ്ബൻഡ് ഷാജൻ,
ജാൻസിയുടെ മകൾ സാന്ദ്ര, മകൻ സച്ചിൻ, ഇവർ രണ്ടുപേരും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിളിച്ച് സംസാരിച്ച സമയത്ത് ഷാജൻ പറഞ്ഞു, മകളെ ഞാൻ വിടാം, എന്തായാലും മകളെന്തായാലും വരും. പക്ഷേ മകനും ഇവിടെ എത്തി. വളരെ സന്തോഷം, അവരിവിടെ എത്തി. അവർക്കൊരു മൊമെൻറ്റോ, ഒരു ഓർമ്മ, ഈ ഓട്ടോഗ്രാഫ് 85-ൻ്റെ ഓർമ്മ ഞങ്ങൾ പങ്കുവെക്കുകയാണ്. അതിലേക്കായി HHS എന്ന മഹാവിദ്യാലയത്തിലേക്ക് എത്തുന്നത് 5ാം ക്ലാസ്സിലാണ്. 4 വരെ ക്ലാസ്സുകളിൽ പള്ളത്താമളകര ഭഗവതി വിലാസം സ്കൂളിലാണ് പഠിച്ചത്. അവിടെ നിന്ന് TC 5-4 കഴിഞ്ഞു, LP കഴിഞ്ഞു. UP-യിലേക്ക് 5-ലേക്ക് TC വാങ്ങിച്ചു. വന്ന് ഇവിടെ വന്നപ്പോൾ ഒരു LP സ്കൂളിൻ്റെ ചെറിയ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു അന്തരീക്ഷമല്ല HHS-ൽ വന്നപ്പോൾ. ആകെ നമ്മൾ വളരെ അടുക്കും ചിട്ടയുമായിട്ട് വളരെ ചിട്ടയോട് പോകുന്ന ഒരു സ്ഥാപനം, അതാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം അതുവരെ അന്നുവരേക്ക് നമ്മൾ വളരെ സ്വതന്ത്രമായിട്ട് കളിച്ചു ചിരിച്ചു നടന്നിരുന്നു. പക്ഷേ HHS-ൽ വന്നപ്പോൾ അങ്ങനെയില്ല. എല്ലാ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ, പഠിക്കണം എന്നുള്ള ടീച്ചേഴ്സിൻ്റെ നിർബന്ധങ്ങളും, സ്ട്രിക്റ്റായിട്ടുള്ള അധ്യാപകർ, അതിനേക്കാൾ സ്ട്രിക്റ്റായിട്ടുള്ള ഹെഡ് മാസ്റ്റർ. ഞാനിവിടെ 5ാം ക്ലാസ് വന്നത് മുതൽ 10ാം ക്ലാസ് വരെ ഞങ്ങളുടെ HM ഹെഡ് മാസ്റ്ററായിട്ട് അദ്ദേഹം അൽഗുൽ മാഷായിരുന്നു. അദ്ദേഹം നമ്മൾ കാണുമ്പോൾ നമ്മൾ വളരെ ശാന്തനായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ വേഷവിധാനം വൈറ്റ് മാത്രമാണ് ഞാൻ ഇതുവരെ സാറിനെ കണ്ടിട്ടുള്ളത്. വളരെയധികം എന്നെ ഇമ്പ്രസ് ചെയ്തിരുന്ന ഒരു അധ്യാപകനാണ് സാറ്. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ഓരോ ടീച്ചേഴ്സും 9ാം ക്ലാസ് വരെ ഞാൻ ആവറേജ് ഒരു കുട്ടിയായിരുന്നു. ഞാനിപ്പോൾ വലിയ ആളാണെന്ന് വിചാരിച്ച് ഞാൻ പറയുന്നില്ല കേട്ടോ, ഇപ്പോഴും ആവറേജ് തന്നെയാണ്, ആവറേജ് ബിലോ ആവറേജ് ആണ് തോന്നി. അപ്പോൾ ഇന്ന് എനിക്ക് 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ലീലാമ ടീച്ചറായിരുന്നു, ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. 10B-യിലെ ക്ലാസ് ടീച്ചർ സീനിയർ ടീച്ചറായിരുന്നു. 10C-യിലെ ക്ലാസ് ടീച്ചർ ഐഷ് ടീച്ചറായിരുന്നു. 3 ബാച്ചായിരുന്നു 85. അപ്പോൾ ഓരോ ടീച്ചേഴ്സും വളരെയധികം കുട്ടികളെ ശ്രദ്ധിച്ചിരുന്നു. അതായത് നമ്മുടെ ചിന്താഗതിയെ പോലും ടീച്ചേഴ്സ് മനസ്സിലാക്കിയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സീനിയർ ടീച്ചർ ഇപ്പോൾ പട്ടാളച്ചിട്ടാന്ന് പറഞ്ഞില്ലേ, സീനിയർ ടീച്ചറൊക്കെ ഞങ്ങളൊക്കെ പഠിക്കാനായിട്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ടീച്ചറിൻ്റെ ഒരുപാട് സഹായങ്ങളുണ്ടായിട്ടുണ്ട്. ടീച്ചർ ഫിസിക്സ് പഠിപ്പിച്ചിരുന്നു, ആർക്കിമിഡീസ് തത്വം, അതുപോലെ തന്നെ ഫാരഡയുടെ ചൂണ്ടുവിരൽ നിയമം, വലത് കൈ നിയമം, ഇടത് കൈ നിയമം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം, E=mc² എന്ന സമവാക്യം, ഉത്തോലക തത്വം എല്ലാം ടീച്ചർ പഠിപ്പിച്ചത് ഇപ്പോഴും
ഓർമ്മിക്കുന്നു.